ദിച്ചുട്ടൻ വന്നതിന് ശേഷമുള്ള വഴിപാടുകളൊന്നും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പതിയെ പതിയെ കുറച്ചായിട്ട് ചെയ്തിട്ട് വരികയായിരുന്നു. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഈ നാഗക്ഷേത്രത്തേക്ക് വിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നേർന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് വിളക്കൊക്കെ മേടിച്ചിട്ട് നമ്മളവിടെ പോയപ്പോൾ തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രസാദമൊക്കെ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്ന് വിളക്കൊക്കെ കൊളുത്തി വിളക്കിൽ എണ്ണയും തിരിയൊക്കെ ഇട്ട് കൊടുത്തു. വിളക്കൊക്കെ പിന്നെ അത് അവരവിടെ കൊണ്ടുപോയി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലത്തേക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അവിടെ പോയിരുന്നപ്പോൾ പിന്നെ ദിച്ചുടെ വേഗം കുറച്ച് അമ്മൂമ്മമാരുണ്ടായിരുന്നു. അവരെടുക്കാം, നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആളവിടെ നിന്നൊന്നുമില്ല. പിന്നെ ഞങ്ങളങ്ങനെ കഴിക്കാനായിട്ട് കയറിയിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. ഞാനും സിബിനും ഉണ്ണിയും കൂടി വീട്ടിലോട്ട് പോകുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇനി വൈകിട്ട് ഞങ്ങൾക്ക് ഒരു അമ്പലം കൂടി പോകാറുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് വൈകിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ദിച്ചുട്ടൻ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ തൊഴുകാൻ കൊണ്ടുപോയിട്ടുണ്ടായില്ല. ഞാൻ മാത്രം പിന്നെ അവിടെ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആൾ വന്നിട്ട് പൈസയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇടിയിച്ചത് കേട്ടോ അവനെ കൊണ്ട്. പിന്നെ നമുക്ക് ഇവിടെയുള്ള വഴിപാട് നമ്മൾ അവൻ്റെ ചോറ് കൊണ്ട് തന്നെ കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.